ഹായ് ഫ്രണ്ട്സ്, ഇന്ന് എനിക്കൊരു സ്പെഷ്യൽ ഡേ ആണ്. എല്ലാ ദിവസവും സ്പെഷ്യലാണ്, പക്ഷേ ഇന്ന് കുറച്ചുകൂടെ സ്പെഷ്യലാണ്. കാരണം ഇന്ന് എൻ്റെ പിറന്നനാളാണ്, ജന്മദിനമാണ്. എനിക്കറിയാമോ ഇന്ന് എൻ്റെ ജന്മദിനമെന്ന്? എനിക്ക് തന്നെ தெரியும். അവന് ഇന്ന് തന്നെ അറിയാം കേട്ടോ. ഞാനാണ് പറഞ്ഞ രാവിലെ ഇന്ന് എൻ്റെ പിറന്നാളാണ്. രാവിലെ ഒന്ന് കുളിച്ച് കോവിലൊക്കെ പോകുമെന്ന് പറഞ്ഞ് അങ്ങനെ രാവിലെ ഇവിടെ അടുത്ത് തിരുനന്തിക്കര ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് വന്നിരിക്കുകയാണ്. ഞാൻ പോയില്ല, രാവിലെ മോളെ സ്കൂളിൽ അയക്കാനുള്ള തിരക്കിനിടയിൽ എനിക്ക് പോകാൻ പറ്റിയില്ല. ഇനി ഇവനെ കൊണ്ട് കുറച്ചൊന്ന് പുറത്ത് പോയിട്ട് വരണം എനിക്ക്. അതിന് മുമ്പേ വീട്ടിൽ അച്ഛനവിടെ ഇല്ല, അത് കാരണം ഞാൻ സദ്യയായിട്ടൊന്നും ഇപ്പോൾ ഒരുക്കാൻ പോകണില്ല. അവൻ എന്തെങ്കിലും ഒരു മധുരം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എന്ത് വേണമെന്നൊന്നും അവനോട് ചോദിച്ചില്ല, കാരണം ചോദിച്ചു കഴിഞ്ഞാൽ അവൻ എന്ത് പറയും? ഒന്നും വേണ്ട, എന്നെ ശല്യം ചെയ്യാറില്ല, എനിക്കൊന്നും വേണ്ട അമ്മ, അങ്ങനെ പറയാറുള്ളൂ. പക്ഷേ ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്ത് കൊടുക്കണമല്ലോ, കാരണം അതൊരു സന്തോഷമല്ലേ അല്ലേ? അപ്പോൾ ഇന്ന് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഒരു ഹൽവ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. സിമ്പിളായിട്ടൊരു ഹൽവ, ഗോതമ്പ് മാവ് കൊണ്ട്. പിന്നെ ഇന്നൊന്നും കൂടെ ചെയ്യണം, അതായത് നമ്മൾ ഉണ്ണിയപ്പം ഇല്ലേ, അതുപോലെ തമിഴ്നാട്ടിൽ കുഴിപ്പണിയാരം എന്ന് പറഞ്ഞിട്ടൊന്നൊരു സംഭവമുണ്ട്. അപ്പോൾ അതും ചെയ്യണം. അതിനും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കേണ്ടതുണ്ട്. ഉള്ളി, എണ്ണ മെയിനായിട്ട്, അങ്ങനെയൊക്കെ. അപ്പോൾ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ഇപ്പോൾ പുറത്ത് പോവുകയാണ്. ഐസ്ക്രീം കഴിക്കുകയാണ്. എന്നോട് ചോദിച്ചു വേണമെന്ന്. ഞാൻ വേണ്ട, എന്നെ കാണിക്കാതെ കഴിച്ചോ, എന്നെ കാട്ടല്ലേ എന്ന് പറഞ്ഞു ഞാൻ. കാരണം കൺട്രോളില്ല, കണ്ടു കഴിഞ്ഞാൽ വേണം. ഞാൻ പറഞ്ഞു വേണ്ട, നീ ശരി തീർന്നു നോക്കാം. അതെ, ഞാൻ തീരുമ്പോൾ കണ്ടാൽ മതി, എനിക്കല്ലാതെ കാണണ്ട. ഐസ്ക്രീം ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ അല്ലേ? അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നെ കാണിക്കൊന്നും വേണ്ട, നീ കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് അത് വേണ്ട അത് അവക്കിരുന്നോട്ടെ, മോള് സ്കൂളിൽ വിട്ട് വരുമ്പോൾ ഇരുന്നോട്ടെ. ശരി, അപ്പോൾ പിന്നെ പുറത്ത് പോയിട്ട് വരാം. ശരി, ഇവന് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും വിശ്വസും എല്ലാം ഉണ്ടാവണം. ഓക്കെ. ഞങ്ങൾ ചെറുപ്പകാലം മുതലേ ബർത്ത്ഡേക്ക് കേക്കൊന്നും കട്ട് ചെയ്ത് സെലിബ്രേഷൻ ചെയ്യാറില്ല. എങ്ങനെ നമ്മൾ സെലിബ്രേഷൻ ചെയ്യുന്നത് വെച്ചാൽ വീട്ടിൽ അമ്മ സദ്യ ഒരുക്കും, പിന്നെ അമ്പലത്തിൽ പോവും. ഇത്ര തന്നെയാണ് നമ്മുടെ ബർത്ത്ഡേ, ഇത്ര തന്നെയാണ്. ആഹാരം കഴിക്കണം, സദ്യ അത്ര തന്നെയാണുള്ളൂ. പിന്നെ പുതിയ ഡ്രസ്സ് വാങ്ങിച്ച് തന്നാലായി, ഇല്ലെങ്കിൽ അതാണ് ചെറുപ്പകാലത്തിൽ. സ്കൂൾ തുറക്കുമ്പോഴാണ് ഞങ്ങൾക്കെല്ലാം പുതിയ ഡ്രസ്സ് കിട്ടുന്നത്, ബർത്ത്ഡേക്കൊന്നുമല്ല. സ്കൂൾ തുറക്കുമ്പോഴേ, അല്ലെങ്കിൽ കോളേജ് പഠിക്കുമ്പോഴാണെങ്കിൽ കോളേജ് തുറക്കുമ്പോഴേ, അല്ലെങ്കിൽ കൂടി പോയ ഒരു ഓണം വരുമ്പോൾ, ഇങ്ങനെയൊക്കെയാണ് പുതിയ ഡ്രസ്സൊക്കെ വാങ്ങിക്കുന്നത്. അങ്ങനെ. പക്ഷേ നമ്മുടെ കുട്ടികൾക്കെല്ലാം ആയപ്പോൾ നമ്മൾ ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കും, പിന്നെ സദ്യ ഉണ്ടാക്കും, അമ്പലത്തിൽ പോവും. ചെന്നൈയിലായിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു നേരം സദ്യയാണെങ്കിൽ ഒരു നേരം ഹോട്ടലിൽ പോവും, പിന്നെ സിനിമയ്ക്ക് പോവും ചെന്നൈയിലിരിക്കുമ്പോൾ. അങ്ങനെയാണ്. ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾക്ക് സിനിമ കാണുന്നത് അല്പം കുറഞ്ഞു. കാരണം ഇവിടെ OTT ഇങ്ങനെ വീട്ടിലിരുന്ന് കാണുന്നത് അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ സദ്യ ഉണ്ടാക്കും. ഇന്നിപ്പോൾ വീട്ടിൽ ചേട്ടനില്ലാത്ത കാരണമാണ് ഞാൻ ഈ സദ്യ ഒരുക്കാത്തത്. എങ്കിലും അവന് ആവശ്യമുള്ള കുറേ കൂട്ടാനൊക്കെ ഉണ്ട് കേട്ടോ. പരിപ്പും സാമ്പാർ വെച്ചില്ല, പരിപ്പുണ്ട്, തോരനുണ്ട്, പിന്നെ 2 പിക്കിളുണ്ട്. അതിൽ അവനെന്തെങ്കിലും ഒരു മധുരം ഇങ്ങനെയൊക്കെ മതിയാവും. അതെ, പിന്നെ ഇതാ ഇപ്പോൾ റെഡിയായിട്ട് 2 ഐറ്റം കൂടെ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അവനൊരു തൃപ്തി, പിള്ളേർക്കൊരു സന്തോഷമല്ലേ. നമ്മളിങ്ങനെ ചെയ്യുമ്പോഴാണ് അവർക്കും അവരുടെ ഫ്യൂച്ചറിൽ അവർക്ക് തോന്നും അവരുടെ കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കണമെന്ന് അല്ലേ. പിന്നെ കേക്ക് മാത്രം കട്ട് ചെയ്ത് അങ്ങനെയുള്ള ഒരിത് നമുക്കില്ല. എപ്പോഴെങ്കിലും പിള്ളേരുടെ ബർത്ത്ഡേക്ക് എൻ്റെ ചേച്ചി വാങ്ങിച്ചുകൊണ്ട് വരാറുണ്ട് കേക്ക്. എന്നാലും അങ്ങനെ മെഴുകുതിരിയെല്ലാം കത്തിച്ച് അങ്ങനെ ഊതി അണയ്ക്കുന്ന സമ്പ്രദായം അതൊന്നും അങ്ങനെ ഇല്ല. കേക്ക് കട്ട് ചെയ്ത് കഴിക്കും, അത്ര തന്നെ. അപ്പോൾ ഞാനിതാ ഇവിടെ ഊത്തപ്പം, ഊത്തപ്പം അല്ലല്ലോ, എന്തോന്ന് പേര് മറന്നുപോയി, പണിയാരം ചെയ്യാനായിട്ട്. ഇത് സാധാരണ മാവിന് കേട്ടോ. അത് നമ്മുടെ ദോശമാവിൽ ഇഡ്ഡലി മാവിന്, അതെ, ദോശമാവിൻ്റെ പരുവത്തിൽ ഇങ്ങനെ കുറച്ച് മാറ്റിയെടുക്കണം. എന്നിട്ട് ഇപ്പോൾ നോക്കിക്കോളൂ, ഇതിൽ ഒരു വലിയ ഉള്ളി, കുറച്ച് മല്ലിയില, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില. എനിക്ക് കുറച്ച് ഉണങ്ങിപ്പോയി കേട്ടോ, കറിവേപ്പില ഉണങ്ങിപ്പോയി, കാണുന്നുണ്ടോ? കറിവേപ്പില ഉണങ്ങിപ്പോയിട്ടുണ്ട്. ചെറിയൊരു പീസ്, ഇത്ര നീളത്തിനൊരു ഇഞ്ചി ചെറുതായിട്ടൊന്ന് അരിഞ്ഞത്. ഇതെല്ലാം നമുക്കൊന്ന് ലൈറ്റായിട്ടൊന്ന് എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് ഈ മാവിലോട്ട് ചേർത്ത് കൊടുക്കണം. എന്നിട്ടാണ് പണിയാരം ചെയ്യേണ്ടത്. അപ്പോൾ നോക്കാം. നമ്മൾ ഉണ്ണിയപ്പം വയ്ക്കാറില്ലേ, ഇത് കുറച്ച് പഴകി, ഇത് എത്ര തേച്ചിട്ടും ഒന്ന് ക്ലീൻ ആവണില്ല കേട്ടോ. കുറേയൊക്കെ ഞാൻ മല്ലിട്ട് നോക്കി, ഇതിൻ്റെ കൂടെ മതി, നമുക്കിപ്പോൾ മതി. ഇതിൽ
ഈ കല്ല് ചൂടാകുമ്പോൾ അതിൽ എണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണയോ കടലെണ്ണയോ എന്ത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിവിടെ കടലെണ്ണയാണ് ഒഴിക്കാൻ പോണത്. വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ഡോക്ടേഴ്സ് എങ്ങനെ പറയുന്നത് വെച്ചാൽ കൂടുതൽ തിളയ്ക്കുന്ന, അതായത് നമ്മൾ എണ്ണ താളിക്കാനോ അല്ലെങ്കിൽ എന്തോന്ന് പപ്പടം പൊരിക്കാനോ അതിനൊന്നും വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ പാടില്ല. വെളിച്ചെണ്ണ റാവായിട്ട് ഉപയോഗിക്കുന്നതാണ് ദേഹത്തിന് നല്ലതെന്നാണ്. അങ്ങനെ നോക്കുമ്പോൾ പണ്ടേ ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കടലെണ്ണയാണ് പലഹാരങ്ങൾ ചെയ്യുന്നതിന്. അതായത് പപ്പടം പൊരിക്കുന്നത് മുതൽ പലഹാരങ്ങൾ ചെയ്യുന്നതെല്ലാം കടലെണ്ണയാണ് നല്ലത്. നല്ലെണ്ണയിലാകുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് മാറും, അത് ശരിയാവില്ല. അപ്പം ഞാനിവിടെ കടലെണ്ണയാണ് ഉപയോഗിക്കാൻ പോണത്. അപ്പം ഞാനിവിടെ ഒരു കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് കടലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉഴുന്ന്, കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഉഴുന്ന് എല്ലാം ഇട്ട് കൊടുക്കാം. കുറച്ച് കടുക്, ഉഴുന്ന്, ഇഞ്ചി, കറിവേപ്പില, മുളക് ഇതെല്ലാം ഒന്നിട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. ഉള്ളിയുടെ പച്ച ചുവ എന്നങ്ങ് മാറണം, അത്ര തന്നെയാണ്. ഇത് മതിയാവും. നമുക്കിപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യാം. മാവിൽ ആൾറെഡി ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ, ഇഡ്ഡലി മാവിൽ. അത് കാരണം ഇനി ഉപ്പ് വേണ്ട. ഇത് നമുക്ക് അങ്ങനെ ആ മാവിലെടുത്ത് തട്ടേണ്ടതാണ്. ഈ മാവിനെ നമുക്ക് ആ ഉണ്ണിയപ്പം ചെയ്യണ അതിനെന്ത് പറയും, ഉണ്ണിയപ്പക്കാരയാ എന്തോ, അപ്പക്കാര, അപ്പക്കാര, അതിലിട്ട് ഓരോന്നായിട്ട് ചുട്ടെടുക്കേണ്ടതാണ്. ഇതിൽ വേറെ ഒന്നുമില്ല, വളരെ എളുപ്പമാണ്. പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും കേട്ടോ. അത് ഇത് ഉണ്ണിയപ്പമല്ല, ഉണ്ണിയപ്പം ചെയ്യണ ആ അപ്പക്കാര ഇല്ലേ, ആ ചീനിച്ചട്ടി പോലെ കുഴിയുള്ള അതോ ആ പാത്രം അവിടെ ഇരിപ്പുണ്ട്. നമ്മൾ തിരുവണ്ണാമലയിൽ ഗിരിവലം വരുമ്പോൾ അവിടെ ഇടയ്ക്കിടയ്ക്ക് കിട്ടൂലേ പണിയാരം, കഴിച്ചിട്ടില്ലേ, ഓർമ്മയില്ലേ? ഞാൻ അപ്പോഴാണ് ആദ്യമായിട്ട് ആ പണിയാരം കഴിക്കണം, അച്ഛൻ വാങ്ങിച്ചിരുന്നത് തിരുവണ്ണാമലയിൽ പോയപ്പോഴും. പിന്നെ അത് കഴിഞ്ഞ് ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടും പണിയാരം, കണ്ടിട്ടുണ്ട്. നമുക്കിപ്പോൾ അതാണെന്ന് ചെയ്യാൻ പോണത്. മധുരമല്ല, ഇതാണ് കാരം, എരിവ്. ഓക്കെ, ഇത്ര തന്നെയാണ്. നമുക്കത് വെച്ച് കൊടുക്കാൻ. അപ്പോൾ നമുക്കതിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഓരോരോ കുഴിയിലായിട്ട്. കടലെണ്ണ തന്നെയാണ് കേട്ടോ. ഇപ്പം നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട്. വേണമെങ്കിൽ ഒരു ഡ്രോപ്പ് ഇങ്ങനെ ഒഴിച്ച് നോക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് കുറച്ച്, ഇതിൻ്റെ തവി അല്പം വലുതായിപ്പോയി. നമുക്ക് സ്പൂൺ കൊണ്ട് ഓരോ സ്പൂണായിട്ട് ഒഴിക്കാം. ഇത് എളുപ്പമാണ് കേട്ടോ. അത് അവിടെ ഞാൻ ചെന്നൈയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ചില ടീച്ചേഴ്സ് രാവിലെ ടിഫിൻ ഇത് കൊണ്ടുവരും. കേൾക്കണുണ്ടോ? അവർക്ക് കൊച്ചു കുട്ടികളൊക്കെ പിള്ളേരുണ്ടെങ്കിൽ അവർ രാവിലത്തെ ടിഫിൻ ഇതാക്കും. ഇതും ചമ്മന്തി, നമ്മുടെ സാധാ ചമ്മന്തി, തേങ്ങ ചട്നി. എണ്ണ കൂട്ടിപ്പോയാ? ഇത് അക്കാനിയാണ്. തമിഴിൽ പതിനി എന്ന് പറയും, മലയാളത്തിലെ അക്കാനി, മറ്റേ പനയിൽ നിന്ന് കിട്ടുന്നത് പതനിയാണ് കേട്ടോ. ഇത് ഇന്നലെ ധനു അമ്മയും കൂടെ ഒന്ന് തക്കല വരെ പോയപ്പോൾ വാങ്ങിച്ചതാണ്. നല്ല ടേസ്റ്റ്. ഇത് പിള്ളേർക്കാർക്കും വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മോൻ കുടിച്ചപ്പോൾ അവന് ഇഷ്ടപ്പെട്ടില്ല. എന്താ പഞ്ചസാര, വെള്ളത്തിൽ പഞ്ചസാര കലക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. ഇത് ഇത് വെറുതെ പഞ്ചസാര കലക്കിയതായിരിക്കും, കാരണം ഇത് ഒറിജിനൽ പതനിയൊന്നും തോന്നുന്നില്ല.
അത് ഇന്നും കുറച്ചുകൂടെ ഒരു ഇതായിരിക്കും. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്തായാലും. അത് കാരണം ഞാനിതാ കുടിക്കുകയാണ്. അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുടിക്കുമ്പോൾ നല്ല സുഖമാണ്. ഈ ചൂടിന് ഇതുപോലെ എന്തെങ്കിലും കുടിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നുന്നു. അപ്പം നമുക്കിത് ഓരോന്നായിട്ട് തന്നെ മറിച്ചിടാം. ഇത് ആദ്യത്തെ പ്രാവശ്യം ഇടുമ്പോൾ ഒരു പക്ഷേ ഇളവാതെ വരാം. കാരണം അത് ഒത്തിരി നാളായ ഉണ്ണിയപ്പം ചുട്ട് ഒത്തിരി നാളായി കഴിഞ്ഞാൽ ഇതിൽ കുറച്ച് പ്രോസസ്സിങ് ഒക്കെ ചെയ്യണം. കഞ്ഞിവെള്ളത്തിലൊക്കെ മുക്കി അങ്ങനെയൊക്കെ ചെയ്യേണ്ടതുണ്ട്. നോൺ സ്റ്റിക്കിൻ്റെ ആണെങ്കിൽ ഒന്നും കുഴപ്പമില്ല. പക്ഷെ എനിക്കെന്തോ പ്രശ്നമില്ല. ആദ്യത്തെ ഇതിൽ തന്നെ വരണുണ്ട്. ഇതൊരു ടാലൻ്റ് അല്ല, ഇതൊന്നും ഒരു എക്സ്പീരിയൻസ് ആണ്. ഇതിന് ടാലൻ്റ് എന്ന് പറയില്ല, എക്സ്പീരിയൻസ് ആണ്. എല്ലാവർക്കും വരും, പഴകി വരും. ഇതെല്ലാം ഇളക്കി എടുത്തിട്ട് കാണാം. നമുക്കിപ്പോൾ ഇത് വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്കിത് എടുത്ത് മാറ്റാം. ഇതിനെ ഇങ്ങനെ എടുക്കാം. ഈ ഫോർക്ക് വെച്ച് ഇങ്ങനെ എടുക്കാം. ഇല്ലാത്ത പക്ഷം ഇതുപോലത്തെ ഒരു കമ്പി ഉണ്ടെങ്കിൽ, ഇതുപോലൊരു കമ്പി ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ കുത്തി എടുക്കാം. എല്ലാം അറ്റ് എ ടൈം എടുക്കാം. കുറച്ച് കെയർഫുള്ളായി എടുക്കണം, അത്ര തന്നെയാണ്. അതിൻ്റെ എണ്ണ അങ്ങനെ തോർന്ന് പോണത് വരെ ഇങ്ങനെ പിടിച്ചു കൊടുക്കാം. എനിക്ക് നല്ലത് ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുറേ നാളായി ഞാനിത് ചെയ്ത് നോക്കിയിട്ട്. അപ്പോൾ കുറേ നാളെന്ന് വെച്ചാൽ കുറേ വർഷങ്ങളായി. ഇപ്പം നമുക്ക് അടുത്തത് ഒഴിച്ചു കൊടുക്കാം. ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ. കാരണം ഇവിടെ പിള്ളേർക്കാർക്കും അങ്ങനെ മോള് കഴിക്കുക എണ്ണ പലഹാരങ്ങളൊക്കെ. മോൻ അങ്ങനെ കഴിക്കാറില്ല. അവൻ കുറച്ച് ഹെൽത്തി കോൺഷ്യസ് ആണ്. ഞാൻ ഹെൽത്തി കോൺഷ്യസ് ആയിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് കൺട്രോൾ ഇല്ല. ഉള്ളത് പറയാറില്ലല്ലോ. അതിനെന്നും ചേട്ടൻ വഴക്ക് പറയാനാണ്. വാ കൺട്രോൾ ചെയ്യണം. 2 രീതിയിലും വായി കൺട്രോൾ ചെയ്യണം. നാക്കിനെ കൺട്രോൾ ചെയ്യണം. ടേസ്റ്റും പറയുന്ന വാക്കും, അങ്ങനെ 2 രീതിയിലും നാക്ക് കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ ജീവിതം സന്തോഷമായിരിക്കും എപ്പോഴും എൻ്റെ ചേട്ടൻ പറയാറുണ്ട് എന്നോട്. പക്ഷെ എനിക്കത് രണ്ടുമാണ് കൺട്രോൾ ഇല്ലാത്തത്. നാക്കും വർത്താനം അങ്ങനെ തന്നെയാണ്, കൺട്രോളില്ല. ടേസ്റ്റ് ഉണ്ടെങ്കിൽ കഴിച്ചുകൊണ്ടിരിക്കും. രണ്ട് പ്രാവശ്യം ഒഴിച്ചതാ, ഇനി കുറച്ചേ ഉള്ളൂ. ഇനി ഇതാ കൂടിപ്പോയാൽ ഒരു 3 കുഴിയിൽ ഒഴിക്കാൻ കാണും. ഇത്രയാണ്. ധനു വാ കഴിക്കാം, വാ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം, വാ. ഇത്ര നേരം കൊണ്ട് വിളിക്കുന്നു തന്നെ. ഇനി അതിലൊന്നും ഇട്, കൊള്ളാമോ നോക്ക്. ചൂടില്ല, കഴിക്കാം. നല്ല ക്രിസ്പി ആയിട്ടുണ്ടോ, ടേസ്റ്റ് ഉണ്ടോ നോക്കി പറ. ഇഷ്ടപ്പെട്ടോ? നല്ല സൗണ്ടല്ലേ? ആ സൗണ്ട് ഒന്ന് കേൾക്കണുണ്ടാന്ന് നോക്കട്ടെ. ഒരിക്കൽ നീ ചവച്ച് നോക്ക്, വായിലിട്ട് നോക്കട്ടെ, സൗണ്ട് കേൾക്കണം നോക്കട്ടെ. നല്ല ചൂട്. കൊള്ളാമോ? ரொம்ப நல்லா இருக்கு இல்லையா? ശരി, പോടാ. ഉപ്പ് നല്ല ഉപ്പുണ്ട്, ആവശ്യത്തിന് ഉപ്പുണ്ട്. വെറുതെ പറയണം കേട്ടോ, ഉപ്പൊക്കെ കറക്റ്റാണ്. എൻ്റെ ക്രിസ്പിനെസ് ഉണ്ടോ? നല്ല ടേസ്റ്റ്. ചട്നിയും വേണ്ട, ഒന്നും വേണ്ട, ഇങ്ങനെ കഴിക്കാം. 4 എണ്ണം കഴിക്കുമ്പോഴേ തീരും. സോ ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് ഒരു ഐറ്റം റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ഹൽവ. ആർ യു ഹാപ്പി വിഷ്ണു? ധനു വയ്യേ, തളർന്നു അല്ലേ? ഇങ്ങനെ ഒരു അമ്മ എവിടെയെങ്കിലും കിട്ടുമോ? എവിടെയും കിട്ടൂല. എന്റെ ഈ കുത്തുന്ന കമ്പി എവിടെ?
നമ്മളെന്നും മലയാളം പറയും കേട്ടോ, എപ്പോഴും അവൻ്റെ കൂടെ മലയാളത്തിലാണ് സംസാരിക്കുന്നത്. പക്ഷെ അവൻ ഇന്ന് വരെ അവനോട് തിരിച്ച് മലയാളം പറഞ്ഞിട്ടില്ല. അവൻ ഇനി പറയുമോന്ന് എനിക്കറിയില്ല. പക്ഷെ നോക്ക്, மலையாளம் பேசுறதுக்கு ட்ரை பண்ணலாம். பேசும்போது கிண்டல் பண்ணி அனுப்பி விட்டாச்சுன்னா நோ மோட்டிவேஷன். നീ കറക്റ്റ് പറയാമല്ലോ. അയ്യോ, ജനിച്ചത് വളർന്നതൊക്കെ, അതായത് 12th അല്ല, കോളേജ് പഠിക്കുന്നവരെയും ചെന്നൈയിലായിരുന്നു. അപ്പോൾ അവൻ്റെ ഫ്രണ്ട്സൊക്കെ തമിഴിയൻസ് അങ്ങനെ വരും. എന്നാലും മദർ ടങ് അറിഞ്ഞിടാത്ത ഒരേ ഒരു കുട്ടി ഇവനായിരിക്കും. മദർ ടങ് തെരിയുമേ? എന്തോന്ന് നാക്ക് കാട്ടുക. ആളൊരു വികട കവി, വികട കവിന്ന്. കബി കബി കബീഷ്. അപ്പോൾ ഇതിനെ പറ്റി നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എൻ്റെ ഈ പണിയാരത്തിനെ പറ്റി കറക്റ്റായ കമൻറ്റ് കൂട്. എന്നിട്ട് ഈ குணஷ்டுகளൊന്നും காணிக்கின்ற கரெக்டாக. நான் சொல்லலை, நீ சொல்லு. உனக்கு என்ன பிடிச்சிருக்கு, இதே மாதிரி எல்லாம் செய்யணுமா வேண்டாமா? ஃபர்ஸ்ட் கிறிஸ்பினஸ் கரெக்டாக இருக்கு. அப்புறம் என்ன சொல்கிறதுக்கு டேஸ்ட்டு அம்மா, நீ எதை சொன்ன, நீ எதை பண்ணி கொடுத்தாலும் நல்லா இருக்குன்னு சொல்ல போகிறேன். அப்படி இல்லை, അതും ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്ത് ചെയ്ത് കൊടുത്താലും എല്ലാവരും നല്ലതെന്നേ പറയുള്ളൂ. അതെന്നെ പേടിച്ചിട്ട് പറയാണോ? ഇന്ന് ആരെങ്കിലും ഒന്ന് പേടിക്കണ്ടേടാ. കാല് വിറയ്ക്കുന്നല്ലേ, ജുജുജോ അവർ കാല് ഭയങ്കരമായിട്ട് വിറയ്ക്കുന്നു. അങ്ങനെ ഞാനിവിടെ എല്ലാ പണിയാരവും ചെയ്തു. കുഴിപ്പണിയാരം, അതെ, ഞാൻ ഫസ്റ്റ് വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പണിയാരം എന്നാണ് പറഞ്ഞല്ലേ, അത് കുഴിപ്പണിയാരം അങ്ങനെയാണ് പറയാറുള്ളത്. അങ്ങോട്ടൊക്കെ നമ്മുടെ തമിഴ്നാട് കംപ്ലീറ്റ് ചെന്നൈ സൈഡ് അങ്ങോട്ടൊക്കെ അതാണ് പറയാറുള്ളത്. ഇതും തമിഴ്നാട് തന്നെയാണ്, ഞങ്ങളിവിടെ ഇരിക്കുന്നതും തമിഴ്നാട് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും തമിഴ്നാടെന്ന് പറഞ്ഞ് ഞാനങ്ങ് മാറാൻ പറ്റില്ല. എങ്കിലും ഞാൻ പറയാണ്, ഈ ചെന്നൈയിലുള്ള ആൾക്കാരൊക്കെ ഇത് കുഴിപ്പണിയാരം എന്നാണ് പറയാറുള്ളത്. ഓക്കെ, ഇപ്പോൾ കാണിച്ചു തരാം. അതിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇനി ഈവനിങ് ആകുമ്പോൾ, ഇത് ഉച്ചയാവാറായി കേട്ടോ, ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്ന സമയമാണ്. ഞാൻ ഇപ്പോൾ ചട്നിയൊന്നും ഇപ്പം അരയ്ക്കില്ല. ഉച്ചയാകുമ്പോൾ, വൈകുന്നേരം ആകുമ്പോൾ ഇതിൽ ചട്നി കൂടെ അരച്ച് മോളും സ്കൂളിൽ വിട്ട് വരും, അപ്പോഴും കഴിക്കാമെന്നാണ് ധനു പറയുന്നത്. അപ്പോൾ ഇതാണ് ഈ പണിയാരത്തിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. നമുക്കിപ്പോൾ അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങാം, അതായത് ഹൽവ ചെയ്യണം. ഹൽവ ചെയ്യാനായിട്ട് ഞാനിവിടെ ഇതിൻ്റെ വീഡിയോ ഞാൻ തനിയായിട്ട് ഇടാം കേട്ടോ, അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ലെങ്ത് കുറച്ച് ഓവറായി പോകും. നമുക്കിതിൻ്റെ പാല് മാത്രമല്ലേ വേണം, ഫ്ലേവർ ഒരു നല്ല മണം കിട്ടും. കണ്ട, അങ്ങനെ അടിപൊളിയായിട്ട് ഹൽവ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് പാകമാവണം, ഒരു ഹാഫ് ആൻ അവറെങ്കിലും കഴിയണം. കഴിഞ്ഞാൽ തന്നെ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഞാൻ നോക്കാം, നമുക്ക് കട്ട് ചെയ്യുന്ന സമയത്തൊന്ന് കാണിച്ചു തരാം കേട്ടോ. ആക്ച്വലി ടേസ്റ്റ് ഉഗ്രൻ കേട്ടോ, തിരുനെൽവേലി ഹൽവയുടെ ടേസ്റ്റ്. ഞാനിതാ ഇതിനടുത്ത് കുറച്ചെടുത്തു, നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇതാ, നമുക്കിങ്ങനൊരു പരിപാടി ഉണ്ടല്ലോ, എല്ലാം ചെയ്താലും അതിൻ്റെ തവിന്ന് തൊട്ട് നോക്കണം പരിപാടിയല്ലേ, അത് വരാൻ നല്ല ടേസ്റ്റ് കേട്ടാ. തിരുനെൽവേലി ഹൽവ അത് തന്നെ എന്ന് പറയാം. പക്ഷെ ഞാൻ അല്പം മധുരം ഇനി കുറച്ച് കൂടെ ഇട്ടിരിക്കാമോ എന്നൊരു ഡൗട്ടുണ്ട്. പക്ഷേ എക്സാക്ട്ലി മതി. നിങ്ങൾ വേണമെങ്കിൽ ഒരു അര ശർക്കര, ഞാൻ ഒരു മുറിയല്ലേ ഒരു ഇതല്ലേ എടുത്തോളൂ ശർക്കര, നിങ്ങളൊരു പാതി കൂടെ എടുത്തോളൂ. ഇതേ റേഷ്യോ ആണ് ചെയ്യുന്നതെങ്കിൽ ഒരു പാതി ശർക്കര കൂടെ എടുത്തോളൂ. ഇനി കുറച്ചുകൂടെ മധുരം കിട്ടും, കൊച്ചുകുട്ടിയൊക്കെ ഇഷ്ടപ്പെടും. സൂപ്പർ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം. ഞാനിത് കട്ട് ചെയ്തിട്ട് ഇപ്പോൾ കാണിച്ചു തരാം. കുറച്ചൊരു 20 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷെ ഉഗ്രനാണ്, ഇത് കള്ളമെന്നും പറഞ്ഞതല്ല, നല്ല ടേസ്റ്റ്. ഞാനിത് ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്.
ക്യാരറ്റ് ഹൽവ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ്. ഞാൻ ഒരു വീഡിയോ നോക്കിയിട്ട് ചെയ്യുകയാണ്, പക്ഷേ ഉഗ്രനാണ്. എല്ലാവരും ചെയ്ത് നോക്കും, വളരെ എളുപ്പമാണ്. 4 മണിയൊക്കെ ആയപ്പോൾ വിഷ്ണു സ്കൂൾ വിട്ട് വന്നു. പിന്നെ അവൾ റെഡിയായതിന് ശേഷം നമ്മൾ കേക്കല്ലല്ലോ ഹൽവ കട്ട് ചെയ്യാൻ പോയി. വേഗം കുളിച്ച് റെഡിയാവുകയാണെങ്കിൽ ഒരു സാധനം തരാം. അതൊരു സസ്പെൻസ്. സ്റ്റാർട്ടിംഗ് ലെറ്റർ H. സ്റ്റാർട്ടിംഗ് ലെറ്റർ പറഞ്ഞ ഉടനെ പറയും. അതൊരു മധുരമാണ്, ഒരു സ്വീറ്റാണ്. സൂപ്പർ, കണ്ടുപിടിച്ചല്ലോ. കറക്റ്റാ, സെറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് ഇളക്കിയെടുക്കാം. എന്താ കേക്ക് പോലെ ഒട്ടും പ്രയാസമില്ലാതെ കറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതെന്തോന്ന് വിഷ്ണു? ഇതെല്ലാം എള്ള് കണ്ടാ. നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം, നല്ല സോഫ്റ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഹാപ്പി ബർത്ത്ഡേ ടു. ആക്ച്വലി അപ്പം ധനു ആണ് കട്ട് ചെയ്യേണ്ടത്. ധനു കട്ട് ചെയ്തോ. May God bless you, dear Jayanavan. May God bless you, dear my son. May God bless you, dear. Happy birthday to dear. കൊള്ളാമോ? ഇതാ നിനക്കിതാ വാങ്ങിച്ചോ. കൊള്ളാമോ? ഇഷ്ടപ്പെട്ടോ തന്നോ ഹൽവ? എനിക്ക് ഇടത് കണ്ട് തരാതെ വലത് കണ്ടതാ. എല്ലാം ഒരു ഇടത് കൈ, 2 കൈ. കൊടുറാ. പിന്നെ ഞങ്ങൾ അമ്മയുടെ വീട്ടിലേക്ക് പോയി. ഈ ചെയ്തു വച്ചിരിക്കുന്ന സാധനങ്ങളുടെയൊക്കെ ഒരു ടേസ്റ്റ് നോക്കി അഭിപ്രായങ്ങൾ പറയണ്ടേ അച്ഛനും അമ്മയും. അത് കാരണം മാത്രമല്ല ധനുവിന് അവരുടെ 2 അനുഗ്രഹം വാങ്ങിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പോയതാണ്. അവിടെ പോയിട്ട് അങ്ങനെ ഒരു 1 hour തന്നെയാണ് അവിടെ ഇരുന്നത്. നേരെ തിരിച്ചു വന്നു നമ്മൾ, കാരണം സന്ധ്യയായി. Next na padave. പാട്. കണ്ണുടെ കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ 1000 താരകൾ പൂത്തുവന്നു. പിന്നെയും പിന്നെയും കണ്ട നേരം ചിരി പൂത്തുലഞ്ഞു. കാണാതെ വയ്യെന്ന തോന്നലായി, കണ്ടിട്ടും കണ്ടിട്ടും പോരാതായി. തൊട്ടപ്പോൾ ആത്മാവിൻ തേൻ നിറഞ്ഞു, പോലെ നീ വിരിഞ്ഞു. ഉള്ളിൽ ഒഴിച്ചത് മോഹമെല്ലാം കള്ളത്തരനതിൽ കൊള്ളിതലായി. ഇവിടെ നോക്കിക്കോ. കൊണ്ടതായി കൊണ്ടലിൻ മിന്നലായി. എനിക്ക് ഈ ഗേറ്റ് വഴി, അതായത് റോഡിൽ നിന്ന് ഈ ഗേറ്റ് വഴി കാറ് കയറ്റുന്നത് എനിക്കല്പം ഒരു പേടിയാണ്. അത് കാരണം ഞാൻ ധനുവിൻ്റെ കൈ കൊടുത്തു. ഇത് അങ്ങനെയുള്ള ഒരു സ്ഥലമാണ്. എന്താ നീ കൊടൈക്കനാലാണോ നിൽക്കുന്നത്? കൊടൈക്കനാലാണോ നിൽക്കുന്നത്? കൊടൈക്കനാലില്ല, വൈകുന്നേരമായ ഭയങ്കര തണുപ്പ്. അയ്യോ, ഇത് ബാക്കിലുള്ള തെറ്റ് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. എനിക്കിവിടെ നല്ലൊരു വൈബാണ് ഇത് കാണുമ്പോൾ.
ചിരാപൂച്ചി മഴയത്ത് ചുരു. നില എന്തോ പാട്ട് പാടി ഒരിക്കൽ കൂടെ പാട്. ചിറാപുഞ്ചി ചിരാപുഞ്ചി മഴയത്ത് നിലാവിൻ ചീത്തഴഞ്ഞത്ത് ചിരാപൂഞ്ചി. അപ്പോൾ ഇന്നത്തേക്ക് ഇത്ര തന്നെയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. നമുക്ക് വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണും വരെ ബൈ ഫോർ നൗ. ചിരാപുഞ്ചി മഴയത്ത്